പല്ലുവേദനക്ക് ഓതേണ്ട ആയത്ത് ഏതാന്ന് വെച്ചാൽ, പല്ലുവേദനക്ക് അങ്ങനെ ഒരു ആയത്ത് ഖുർആനിലുണ്ടോ? നമ്മൾ ഇതുവരെ കേട്ടില്ലല്ലോ, മദ്രസ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ എന്തെന്നാണ് ഈ പറയുന്നത്? അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹു തആല പറഞ്ഞില്ലേ സഹോദരങ്ങളെ, ഖുൽ ഹുവല്ലദീ അൻശാകും, ഓതിവാക്കി തബാറക്കൊന്നുമല്ല, ഖുൽ ഹുവല്ലദീ അൻശാകും വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലം മാ തശ്കുറൂൻ. പല്ലുവേദനയുള്ളയിടത്ത് വിരല് വെച്ച് 7 പ്രാവശ്യം ഈ ആയത്ത് ഓതിയാല് പല്ലുവേദനക്ക് ശമനമുണ്ടാകുമെന്ന് പഠിപ്പിച്ചത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പഠിപ്പിച്ചത്. ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാം. ഖുൽ ഹുവല്ലദീ അൻശഅകും മിൻ നഫ്സിൻ വാഹിദ, ഖുൽ ഹുവല്ലദീ അൻശഅകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വമുസ്തഖറും വമുസ്തൗദഅ ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യഫ്ഖഹൂൻ എന്നൊരായത്ത് സൂറത്തുൽ അൻആമിലുണ്ട്. അതും ഇതേ രൂപത്തിൽ 7 പ്രാവശ്യം വേദനയുള്ള പല്ലിന്റെ മേല് വെച്ച് ഓതേണ്ടതാണ്. നമ്മൾ പഠിക്കാത്തതുകൊണ്ട് പലരും പറയും, ഉസ്താദേ വേദന കൊണ്ട് പറിക്കാനുള്ളതൊക്കെ പറഞ്ഞുപോയി, ഇപ്പൊ പഠിച്ചിട്ട് എന്താ കാര്യം? ഈ ബാക്കിയുള്ളവർക്ക് വേദന വരുമ്പോ ഓതി കൊടുക്കാൻ പഠിച്ചോളി.